നമസ്കാരം. ബിഗ് ബോസിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ കത്തിക്കയറുകയാണ്. കരുത്തരായ മത്സരാർത്ഥികൾ ഒന്നൊന്നായി പുറത്താകുകയും ബാക്കിയുള്ളവരൊക്കെ കളി കൊഴിപ്പിക്കുകയുമാണ്. കപ്പ് ജാസ്മിന് തന്നെയാകുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഫിനാലയ്ക്ക് ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബിഗ് ബോസ് ഫൈനൽ 6 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന 8 മത്സരാർത്ഥികളിൽ 2 പേർ കഴിഞ്ഞ ദിവസം പുറത്തായതോടെ ഫൈനൽ 6 അന്തിമമാവുകയായിരുന്നു. നോറയും സിജോയുമാണ് അവസാനമായിട്ട് പുറത്തായത്. ഈ സീസണിൽ വലിയ പ്രതിസന്ധി നേരിട്ട മത്സരാർത്ഥിയായിരുന്നു സിജോ. എന്നാൽ ഇപ്പോൾ സിജോയും പുറത്തായിരിക്കുകയാണ്. ഈ സീസണിലെ ഫൈനൽ 6ലെ മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ശ്രീതു, ജാസ്മിൻ, അതേപോലെ തന്നെ അഭിഷേക്, ശ്രീകുമാർ, ജിൻഡോ, ഋഷി, അർജുൻ തുടങ്ങിയവരാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ബിഗ് ബോസ് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. നമുക്കറിയാം, കരുത്തരായ പല മത്സരാർത്ഥികളും നേരത്തെ തന്നെ പുറത്തായ ഒരു സീസണാണ് ഇത്. അന്തിമ വിജയി ആര് എന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. വാദപ്രതിവാദങ്ങളൊക്കെ ശക്തമായി തന്നെയാണ് നടക്കുന്നത്. ഇഷ്ട മത്സരാർത്ഥികൾക്കായിട്ട് വോട്ടിങ്ങുകളും തകർത്ത് നടക്കുന്നുണ്ട്. എന്നാൽ അന്തിമ വിജയി ആരാകും എന്ന ആകാംക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ. ശരിക്കും പറഞ്ഞാൽ ആകാംക്ഷ അല്ലെങ്കിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ബിഗ് ബോസ് ഷോയുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. ആകസ്മികതകൾ മാത്രം മുൻനിർത്തിയുള്ള ഒരു ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ജോൺ ഡിമോൾ വികസിപ്പിച്ചെടുത്ത ബിഗ് ബ്രദർ എന്ന ഡച്ച് റിയാലിറ്റി ഷോയുടെ ഇന്ത്യൻ പതിപ്പാണ് ബിഗ് ബോസ്. ഷോയുടെ ഫോർമാറ്റ്, അതേപോലെ നിരവധി മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഹൗസ്മേറ്റ്സ് ഏകദേശം 3 മാസത്തേക്ക് ഒരു ഉദ്ദേശത്തോടെ നിർമ്മിച്ച വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവർ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു, എങ്ങനെ അതിനെ മറികടക്കുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് ഈ ഷോ. നന്നായി സജ്ജീകരിച്ച് അലങ്കരിച്ചിരിക്കുന്ന വീടും കാര്യമായ ആധുനിക സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. TV, ഫോൺ, ഇന്റർനെറ്റ് ഇതൊന്നുമില്ല. മത്സരാർത്ഥികൾക്ക് ക്ലോക്ക് അല്ലെങ്കിൽ പേന, പേപ്പർ ഇതൊന്നും ഇല്ല. സമയം അറിയാൻ കഴിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെയൊരു പ്രത്യേക രീതിയിലുള്ള ഷോയാണ് ബിഗ് ബോസ്. അത് തന്നെയാണ് ഈ ഷോയെ വേറിട്ട് നിർത്തുന്നത്. 2006 ഇത് ആരംഭിക്കുന്നത്. ഓരോ ആഴ്ചയും വീട്ടിലുള്ളവർ തന്നെ സഹമത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിക്കുന്ന ഹൗസ്മേറ്റ്സ് പൊതു വോട്ട് പ്രക്രിയയെ അഭിമുഖീകരിക്കുന്നു. പൊതുജനങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിക്കുന്ന ഒരാളെ പുറത്താക്കുന്നു. ബിഗ് ബോസ് അതൊരു ശബ്ദത്താൽ മാത്രം അറിയപ്പെടുന്ന അദൃശ്യ ഘടകമാണ്. ബിഗ് ബോസ് തന്നെയാണ് ഈ ഷോയെ നയിക്കുന്നതും മത്സരാർത്ഥികളെ നിയന്ത്രിക്കുന്നതും ശാസിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ടാസ്കുകളൊക്കെ ഏൽപ്പിക്കുന്നതും നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്നതും ഒക്കെ ബിഗ് ബോസ് തന്നെയാണ്. ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും ജനപ്രിയവും വിവാദപരവുമായ റിയാലിറ്റി ഷോകളിലൊന്നായി ബിഗ് ബോസ് മാറി എന്ന് തന്നെ നമുക്ക് പറയാം. പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ ഷോയുടെ അവതാരകർ. അത് ഈ ഷോയുടെ സ്വീകാര്യതയെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഓരോ വർഷവും ഷോയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. പ്രേക്ഷകരുമായി ഇടപഴകുന്നതിനായിട്ട് വീടിന്റെ ഘടനയിൽ മറ്റ് ട്വിസ്റ്റുകൾ, ടാസ്കുകൾ, മാറ്റങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഷോയുടെ ആഖ്യാനവും ചലനാത്മകതയും രൂപപ്പെടുത്തുന്നതിൽ അവതാരകർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ആ പ്രക്രിയ വലിയ രീതിയിൽ തന്നെയാണ്. അതായത് അഭിമുഖങ്ങൾ, സ്ക്രീനിങ്ങുകൾ, മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകൾ എന്നിവ ഉൾപ്പെടുന്ന കർശനമായ ഓഡിഷൻ പ്രക്രിയയിലൂടെയാണ് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ സാധാരണയായി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ ഉൾപ്പെടുന്നുണ്ട്. വീടിനുള്ളിലെ വ്യക്തിത്വങ്ങളുടെ വൈവിധ്യവും ഏറ്റുമുട്ടലുകളും ഉറപ്പാക്കുന്നു ഇത്. ഹൗസ്മേറ്റ്സ് പരസ്പരം നാമനിർദ്ദേശം ചെയ്യുകയും പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ രക്ഷിക്കാൻ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രതിവാര എവിക്ഷൻ ഫോർമാറ്റാണ് ഈ ഷോ പിന്തുടരുന്നത്. എല്ലാ വാരാന്ത്യത്തിലും പുറത്താക്കലുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും കുറവ് വോട്ടുകളുള്ള മത്സരാർത്ഥി ഒഴിവാക്കപ്പെടും. അവസാനമായി ശേഷിക്കുന്ന മത്സരാർത്ഥിയെ വിജയിയായിട്ടും പ്രഖ്യാപിക്കും. വിവാദപരവും നാടകീയവുമായ നിമിഷങ്ങൾക്ക് പേര് കേട്ടതാണ് ഈ ബിഗ് ബോസ് ഷോ. ബാഹ്യസമ്പർക്കമില്ലാത്ത ഒരു വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന മത്സരാർത്ഥികൾ പലപ്പോഴും തർക്കങ്ങളിലും സംഘർഷങ്ങളിലും വൈകാരിക തകർച്ചകളിലുമൊക്കെ എത്തപ്പെടും. ഈ സംഭവങ്ങൾ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും ഷോയുടെ ജനപ്രീതിക്ക് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. റിയാലിറ്റി ഷോ വിഭാഗത്തെ സ്വാധീനിച്ച ബിഗ് ബോസ് ഇന്ത്യൻ ടെലിവിഷനിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സമാന ഫോർമാറ്റുകളും ആശയങ്ങളും പ്രചോദിപ്പിക്കുന്ന മറ്റ് ഷോകൾക്കായി ഇത് ട്രെൻഡുകൾ സജ്ജമാക്കി. അതേപോലെ തന്നെ ബിഗ് ബോസ് ഉയർന്ന വ്യൂവർഷിപ്പ് ആസ്വദിക്കുന്നുണ്ടെങ്കിലും സെൻസേഷണലിസം, സംശയാസ്പദമായ ധാർമ്മിക നിലവാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മത്സരാർത്ഥികളുടെ മാനസികാരോഗ്യത്തിൽ ഷോയുടെ സ്വാധീനവും അവരുടെ പെരുമാറ്റത്തിന്റെ ആധികാരികതയും ചർച്ചാ വിഷയങ്ങളാണ്. എന്തായാലും ബിഗ് ബോസ് ഇന്ത്യൻ ടെലിവിഷനിലെ ഒരു തകർപ്പൻ സ്വാധീന ശക്തിയായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളായിട്ട് പ്രൈം ടൈം ടെലിവിഷനിൽ ആധിപത്യം പുലർത്തുന്ന ഒരു നോവൽ റിയാലിറ്റി ആശയത്തിൽ നിന്ന് ഒരു സാംസ്കാരിക പ്രതിഭാസത്തിലേക്ക് പരിണമിച്ചുകൊണ്ട് ഈ ഷോ ശ്രദ്ധേയമായ ഒരു യാത്രയ്ക്ക് വിധേയമായിട്ടുണ്ട്. ബിഗ് ബോസിന്റെ വിജയത്തിന് അതിന്റെ തനതായ ഫോർമാറ്റ്, ആകർഷകമായ ടാസ്കുകൾ, കരിസ്മാറ്റിക് ഹോസ്റ്റുകൾ, നാടകത്തിന്റെയും അതേപോലെ തന്നെ വിവാദങ്ങളുടെയും നിരന്തരമായ ഇടപെടലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ ഇതിൽ കാണാം.
എന്തായാലും ബിഗ് ബോസ് സീസൺ 6 ഇത്തവണ ആര് വിജയിക്കും, ആര് കപ്പടിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശരിയായ യഥാർത്ഥ മത്സരാർത്ഥി തന്നെ വിജയിക്കട്ടെ.